നെടുമങ്ങാട്ട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഷ്കറിനെതിരെ ഗുരുതര ആരോപണവുമായി ആദ്യ ഭാര്യ ആമിനയുടെ കുടുംബം രംഗത്തെത്തി. മകൻ മുഹമ്മദിന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്നാണ് പിതാവ് ഷെരീഫിന്റെ ആരോപണം. മുഹമ്മദിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. 2024 ജൂണിൽ 15-ാം വയസ്സിലാണ് ആമിനയുടെ സഹോദരൻ മുഹമ്മദ് മരിക്കുന്നത്. നീന്തലറിയാമായിരുന്നിട്ടും വാമനപുരം 6-ലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആമിനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അഷ്കറിന് കുടുംബവുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ഇത് മകന്റെ മരണത്തിന് കാരണമായോ എന്നാണ് കുടുംബം സംശയിക്കുന്നത്. അവര് പിന്നെ കോളേജിൽ പോയിട്ട് രണ്ടുപേരും കൂടി അവിടെ കുളിക്കാൻ വന്നതാണ്. പിന്നെ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ അവൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്നാണ്. അവനെ നീന്തൽ കുറച്ചറിയാമായിരുന്നു. ഇവൻ തീർച്ചയായിട്ടും പറയുന്ന നിന്റെ സഹോദരനെ മുക്കി കൊന്നുകളയും, കാറിടിച്ച് കൊന്നുകളയും എന്ന് മോളടുത്ത് പല ദിവസങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ സംശയമുണ്ട് നമുക്ക്. സഹോദരനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുമെന്ന് ആമിനയോട് അഷ്കർ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ആവശ്യങ്ങൾക്കായി പോയ മകനെ പിറ്റേ ദിവസം 6-ൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 1.5 വയസ്സുകാരന്റെ കൊലപാതകമടക്കമുള്ള കൊടും ക്രൂരത പുറത്തുവന്നതിനു പിന്നാലെയാണ് മുഹമ്മദിന്റെ മരണത്തിലും കുടുംബം ദുരൂഹതയുന്നയിക്കുന്നത്. കേസിൽ പ്രത്യേക അന്വേഷണം വേണമെന്നും അഷ്കറിന്റെ പങ്ക് കണ്ടെത്തണമെന്നുമാണ് ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.